ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹലോ കിറ്റി ഡിസൈൻ വരുന്ന ഒരു കേക്കാണ്. ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ മുകളിലാണ് ഈ ഒരു കേക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കേക്ക് ഫൈനലൈസിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു കേക്ക് എടുത്ത് വയ്ക്കുക. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ 1-2 ഡ്രോപ്പ് പിങ്ക് കളറ് ഫുഡ് കളർ ആഡ് ചെയ്തതിന് ശേഷം ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ഇതുപോലെ അടിയിൽ ബേസിൽ മാത്രം ഇങ്ങനെ ഒരു ബോർഡർ പോലെ നമ്മളൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ പാലറ്റ് നൈഫിൻ്റെ അറ്റത്ത് മാത്രം എടുത്തതിന് ശേഷം ഇതുപോലെ കേക്കിൻ്റെ റൗണ്ടിലും ബേസിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിങ്ക് കളർ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പാലറ്റ് നൈഫ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നൈഫ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഇതുപോലെ 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ ഒരു ഡിസൈൻ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു തീമാണിത്, ഹലോ കിറ്റി. നമ്മൾ ഫുള്ളായിട്ട് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഒരു നനഞ്ഞ തുണി വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലെ ഡെക്കറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂറോ എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ ഒരു തല ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് ജസ്റ്റ് 3 വര വരച്ചു കൊടുക്കുക, മീശ പോലെ. പിന്നീട് നമ്മൾ 2 റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്, കണ്ണാണ് വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നടുക്കായിട്ട് ജസ്റ്റ് മൂക്കിൻ്റെ ഒരു ഷേപ്പ് റൗണ്ടും വരച്ചു കൊടുക്കാം. കുറച്ച് വലിയ റൗണ്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലാക്കി ടിപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ ലൈൻസ് വരച്ചു കൊടുത്ത് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിട്ടുള്ളത്. അതായത് 1:1 റേഷ്യോയിലെടുത്ത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കണ്ണ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഗനാഷ് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി മൂക്കിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തലയുടെ ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ചെറിയ സ്റ്റാർ നോസിലിൽ റോസ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നമ്മളിതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഇന്ന് കട്ടായി പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒരു ബോ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ സ്റ്റാർ നോസിലിൽ ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ബോയുടെ ചുറ്റും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് പേരെഴുതി കൊടുക്കാം. നമ്മൾ ഗനാഷ് വെച്ചിട്ടാണ് പേരെഴുതാൻ പോകുന്നത്. അപ്പോൾ 1:1 റേഷ്യോയിലാണ് നമ്മൾ ഗനാഷ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവും. ആ ഒരു ടൈമിൽ നമ്മൾ പേരെഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളോട് പേരെഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗനാഷ് വെച്ചിട്ടുണ്ട് നമ്മൾ ബോർഡ് മുകളിലും ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൂക്കിൻ്റെ അകത്ത് ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈപ്പിംഗ് ജെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളർ മിക്സ് ചെയ്തിട്ട് ആ ഒരു ജെല്ല് വെച്ചിട്ട് നമുക്ക് മൂക്കിൻ്റെ അകമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എളുപ്പത്തിന് ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളും വളരെ ഈസി ആയിട്ടും റെഡിയാക്കാൻ പറ്റിയ ഒരു ഹലോ കിറ്റി ഡിസൈനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇനി ഹലോ കിറ്റി ഓർഡറൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.